അമേരിക്കയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ലോസ് ആഞ്ചലസിലുണ്ടായ കാട്ടുതീ നിയന്ത്രണ വിധേയമായില്ല. 12,000-ൽ അധികം കെട്ടിടങ്ങൾ കത്തിനശിച്ചു. മരണസംഖ്യ ഉയരുന്നതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. 16 പേരെ കാണാതായിട്ടുമുണ്ട്. 10,000-ൽ ഏറെ ആളുകളെയാണ് തീപിടുത്തം ബാധിച്ചിട്ടുള്ളതും. 8,000-ൽ ഏറെ അഗ്നിരക്ഷാ പ്രവർത്തകർ തീ കെടുത്താനുള്ള കഠിന ശ്രമത്തിലുമാണ്. കാലിഫോർണിയയിലും പരിസരങ്ങളിലും നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളാണ് ലോസ് ആഞ്ചലസിലെത്തിയത്. വരണ്ട കാറ്റാണ് തീകെടുത്തൽ പ്രയാസമാക്കുന്നതും. 5,000 ഏക്കറിലധികം വരുന്ന വനം കത്തിനശിച്ചു. മുന്നറിയിപ്പ് നൽകിയിട്ടും ഒഴിഞ്ഞുമാറാത്ത നിവാസികൾക്ക് കാര്യമായ പരുക്കുകളും നഗരത്തിന്റെ വടക്കു ഭാഗത്തുള്ള അൽത്താഡനെ ചുറ്റും രണ്ടാമത്തെ വലിയ കാട്ടുതീ ആളിക്കത്തി തുടർന്നിട്ടുണ്ട്. ഹോളിവുഡ് സെലിബ്രിറ്റികൾ ഉൾപ്പെടെ 1,00,000 പേരെയാണ് ഇതുവരെ ഒഴിപ്പിച്ചിരിക്കുന്നതും. ഇതിൽ പ്രസിഡന്റ് കമല ഹാരിസിന്റെ വീടും ഒഴിപ്പിക്കൽ മേഖലയും കൂടിയാണ്. ഇവിടെ നിന്നും അതിവേഗം ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന പ്രക്രിയ നടക്കുകയാണ്. 100-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനും മേഖലയിലെ വൈദ്യുതി തടസ്സത്തിനും ഇത് കാരണമായി. കാട്ടുതീ 1,80,000-ൽ അധികം ആളുകളെ ബാധിച്ചു. ദക്ഷിണ കാലിഫോർണിയയിലെ ചില പ്രദേശങ്ങളിൽ ഉയർന്ന കാറ്റ്, തീപിടുത്ത സാധ്യത എന്നിവ കണക്കിലെടുത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. മരിച്ചവരിൽ ഓസ്ട്രേലിയൻ താരമായ റോറി സൈക്കിസും ഉണ്ട്. ഹോളിവുഡ് സിനിമാ വ്യവസായത്തിന്റെ തലസ്ഥാനമാണ് ലോസ് ആഞ്ചൽസ്. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന കാട്ടുതീ US-ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടാക്കിയ പ്രകൃതി ദുരന്തമായി മാറിയിരിക്കുകയാണ്.